നമ്മുടെ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ, വർഗ ബഹുജന സംഘടനയുടെ നേതാക്കന്മാരടക്കം ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ സഖാക്കളെയും ജനാധിപത്യ വിശ്വാസികളെയും ഈ സമരത്തിന്റെ പേരിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഒരു വാക്കുകൾ ചുരുക്കുന്നു. അഭിവാദ്യം. ഇപ്രകാരം ഒരു മാർച്ചും റാലിയും സംഘടിപ്പിച്ചതിന്റെ പ്രാധാന്യം സ്വാഗതപ്രാസംഗം ധാരാളം നേതാക്കന്മാർ സംസാരിക്കാനിരിക്കുന്ന ഈ വേദിയിൽ ഒരു രക്തസത്യസംഗം നടത്തി ആരുടെയും സമയം ഹരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് ഇന്ത്യയുടെ നേതാവ് അതിൻ്റെ ശാന്ത കമ്മ്യൂണിറ്റി അധ്യക്ഷൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിയോജകമണ്ഡലം കൺവീനർ അഡ്വക്കേറ്റ് ആർ ഗോപാലകൃഷ്ണൻ ഇവിടെ സ്വാഗതം ആശംസിച്ച CPIM-ന്റെ ചടയമംഗലം ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് പത്മകുമാർ, ഇന്നത്തെ ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുന്ന CPIM-ന്റെ പ്രിയങ്കരായ നേതാക്കന്മാർ, സഖാവ് ശ്രീക്രമൻ, സഖാവ് രാജപ്പൻ നായർ, സഖാവ് PK ബാലേന്ദ്രൻ, സഖാവ് M നസീർ, സഖാവ് സുബലാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രിയങ്കരായ നേതാക്കൾ സഖാവ് S ബുഹാരി, സഖാവ് ഹരിവി നായർ, വിവിധ ഘടകകക്ഷിയുടെ നേതാക്കന്മാരായ ശ്രീ RK ശശീന്ദ്രപിള്ള, ശ്രീ മോഹൻദാസ് രാജാനി, ശ്രീ ഷബീർ മേക്കാപ്പള്ളി, കേരള കോൺഗ്രസ് ബിയുടെ നേതാവ് സഖാവ് ശശീന്ദ്രപിള്ള, ശ്രീ സുഗതൻ അടക്കം വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്നു. ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരായ സമരസഖാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കളെ, ബന്ധുജനങ്ങളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് കേരളത്തിലെ എല്ലാ അസംബ്ലി നിയോജക മണ്ഡലത്തിലും തെരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്ര ഗവൺമെന്റ് ഓഫീസിലേക്ക് ഇത്തരത്തിലുള്ള പ്രതിഷേധ മാർച്ചും ധർണയും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് രാജ്ഭവനിലേക്ക് ആയിരക്കണക്കിന് സമര സഖാക്കൾ പങ്കെടുക്കുന്ന പ്രതിഷേധ മാർച്ചും ധർണയും നടത്തുവാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ നിരവധി നാളുകളായി കേരളത്തിലെ 3.5 കോടിയോളം വരുന്ന മനുഷ്യർക്ക് വേണ്ടി കേരളത്തെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിനെ പട്ടിണിക്കിട്ട് കൊല്ലുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നിലപാടുകൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ തെരുവോരങ്ങൾ മാത്രമല്ല, രാജ്യതലസ്ഥാനത്ത് ഡൽഹിയിൽ പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരും കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനടക്കം രാജ്യതലസ്ഥാനത്തടക്കം കേന്ദ്ര അവഗണനയ്ക്കെതിരായിട്ടുള്ള കേരളത്തോടുള്ള വിവേചനപൂർണമായ നിലപാടിനെതിരായി കേരളത്തിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒരു ഫെഡറൽ സംവിധാനത്തിൽ യൂണിയൻ ഗവൺമെന്റ് സ്വീകരിക്കേണ്ട നീതിപൂർവമായ നിലപാട് സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും ഊർജ്ജലമായ തീഷ്ണമായ സമരങ്ങളിലാണ് ഇടതുപക്ഷ ജനാധിപത്യം. ഈ സമരം കേവലം ഇടതുപക്ഷ ജനാധിപത്യം ഉയർത്തുന്ന ഒരു രാഷ്ട്രീയ വിഷയം മാത്രമല്ല,
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലും കേരളത്തിന് പുറത്തും ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമായി 3.5 കോടിയിലധികം വരുന്ന മലയാളിക്ക് വേണ്ടി കേരളം ആർജിച്ച നേട്ടങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി കേരളം കൈവരിച്ച പുരോഗതി, പതിറ്റാണ്ടുകളായി നേടിയ പുരോഗതി നിലനിർത്തുവാൻ വേണ്ടിയുള്ള ഉജ്ജ്വലമായ പോരാട്ടങ്ങളുടെ ഭാഗമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ സമരം സംഘടിപ്പിക്കുന്നത്. ഇപ്പോ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ഓരോ തവണയും ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ നീതിപൂർവമല്ലാത്ത സമ്പത്തിന്റെ വിതരണം അതെങ്ങനെയാണ് സാധ്യമാക്കുന്നത് എന്ന് കേന്ദ്ര ഗവൺമെന്റ് ഓരോ ദിവസവും ഓരോ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോഴും ഇന്ത്യയിലെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ഭരണഘടന കൃത്യമായും ഫെഡറൽ സംവിധാനത്തിൽ എങ്ങനെയാണ് യൂണിയൻ ഗവൺമെന്റ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച്, എങ്ങനെയാണ് വിവിധ സംസ്ഥാനങ്ങളോട് ഒരു യൂണിയൻ ഗവൺമെന്റ് ഇടപെടേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച്, അതിന്റെ സമ്പത്ത് പങ്കുവയ്ക്കേണ്ടതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായും ഇന്ത്യയുടെ ഭരണഘടനയെ സംബന്ധിച്ച് ഭരണഘടനയിൽ പറയുന്നു. ഫെഡറൽ സംവിധാനം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് പറയുന്നു. ഇതാ നോക്കൂ, നിർമ്മല സീതാരാമയ്യൻ ഇന്ത്യ മഹാരാജ്യത്ത് 7 സമ്പൂർണ്ണ ബജറ്റും അതിന് 8ാമത് ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ പാർലമെന്റിൽ വെച്ച കണക്കുകൾ ഉൾപ്പെടെ പരിശോധിക്കപ്പെടുമ്പോ ആ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുമ്പോ എങ്ങനെയാണ് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളോട് വളരെ വിവേചനപൂർണമായ നിലപാട് സ്വീകരിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് മനസ്സിലാക്കണം. 1,57,000 കോടി രൂപ യൂണിയൻ ബഡ്ജറ്റിൽ യുപിക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോൾ കേരളം പോലൊരു സംസ്ഥാനത്തിന് മാറ്റിവെക്കുന്നത് 27,000 കോടി രൂപയാണ്. ഞാൻ എല്ലാ കണക്കുകളും പറഞ്ഞുകൂടിയാണ്. ഇവിടെ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഫെഡറൽ സംവിധാനത്തിൽ സ്വീകരിക്കേണ്ട നിലപാട് സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, കേരളം നേടിയ നേട്ടങ്ങളെ എല്ലാം ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുകയാണ്. ഇത് നോക്കൂ, കേരളം 2018 മുതൽ എടുത്ത് പരിശോധിച്ചാൽ കേരളം ഈ നൂറ്റാണ്ടിൽ നേരിടാത്ത നിരവധിയായ ദുരന്തങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് ഈ കേരള സംസ്ഥാനം മുന്നോട്ട് പോകുന്നത്. ഇവിടെ നിപ്പയുടെ നാളുകളിൽ, ലോക്കിയുടെ നാളുകളിൽ, ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മഹാപ്രളയത്തിന്റെ കാര്യത്തിൽ കേരളത്തിലെ 3.5 കോടിയോളം മനുഷ്യരെ ജാതി, മതത്തിന്റെ, വർഗത്തിന്റെ, വർണ്ണത്തിന്റെ അതീതമായി മനുഷ്യരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് പരിശ്രമിച്ചിട്ടുള്ളത്. പ്രതിസന്ധികളെ, പ്രതിബന്ധങ്ങളെ തട്ടുനീക്കിക്കൊണ്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോയത്. ദുരന്തപൂർണമായ അനുഭവങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോഴും കേരളത്തിലെ ജനങ്ങളെ പട്ടിണിക്കിടുവാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്രത്തിന്റെ എല്ലാ തീർത്തൂരങ്ങളെയും തെറ്റിച്ചുകൊണ്ട് ഈ കേരളം അഭിമാനത്തോടുകൂടി മുന്നോട്ട് പോവുകയാണ്. 2018-ലും 2019-ലും ഉണ്ടായ സമാനതകളില്ലാത്ത പ്രളയത്തെ, കോവിഡിനെയും എല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഈ കേരളം മുന്നോട്ട് പോകുന്നത്. ഇതാ നോക്കൂ, 2024 ജൂലൈ മാസം 30-ാം തീയതി കേരളത്തിലെ മാത്രമല്ല രാജ്യത്തിലെ മനുഷ്യർ മറക്കാത്ത ദിവസമാണ്. കേരളം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണ്, ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പ്രകൃതി രമണീയത കൊണ്ട്, പ്രകൃതിയുടെ സൗന്ദര്യം കൊണ്ട്, പച്ചപ്പ് കൊണ്ട് സഖ്യനിരകളാൽ ചുറ്റപ്പെട്ട മനോഹരമായ ഈ കേരളം, ആ കേരളത്തിലെ ഏറ്റവും മനോഹരമായ പ്രദേശമാണ് വയനാട്. ഞാൻ
ഞാനും നിങ്ങളുമടക്കം വൈകുന്നേരത്തെ അത്താഴവും കഴിച്ച് കുടുംബാംഗങ്ങളോടൊപ്പം കിടന്നുറങ്ങുന്ന സന്ദർഭത്തിലാണ് ജൂലൈ മാസം 30-ാം തീയതി അർദ്ധരാത്രി മേഘവിസ്ഫോടനത്തിന്റെ മലവെള്ളപ്പാച്ചിലിന്റെ രാജ്യം ഇതുവരെ ദർശിച്ചിട്ടില്ലാത്ത വിധത്തിലുള്ള അതിഭീകരമായ മലവെള്ളപ്പാച്ചിലിന്റെ ഫലമായി വയനാട്ടിലെ മുണ്ടക്കയും അടക്കമുള്ള പ്രദേശങ്ങൾ ചിലക്കുണ്ടായി പാറക്കെട്ടുകളായി മാറിയത്. അച്ഛനെ അമ്മയെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയ മക്കളെ പിറ്റേന്ന് കാണാനില്ല. മുണ്ടക്കയിലും ചൂരന്മലയിലും 500-ലധികം വരുന്ന മനുഷ്യരെ നഷ്ടപ്പെട്ട മഹാദുരന്തം. അച്ഛനെ നഷ്ടപ്പെട്ട മക്കൾ, മക്കളെ നഷ്ടപ്പെട്ട അച്ഛനമ്മമാർ, ഭാര്യയെ നഷ്ടപ്പെട്ട ഭർത്താവ്, ഭർത്താവിനെ നഷ്ടപ്പെട്ട ഭാര്യ, കുടുംബത്തിന്റെ ആശ്രയമായ എല്ലാവരും മരിച്ച പിഞ്ചു കുഞ്ഞുങ്ങളുടെ ദൈന്യതയാർന്ന നഷ്ടം. ഉറ്റവരെ ഉടയവരെ നഷ്ടപ്പെട്ട കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ കത്തിരിക്കുന്ന നൂറുകണക്കിന് മനുഷ്യർ ആ വയനാടിന്റെ തെരുവീതികളിൽ ഏറ്റവും ഭയവിഹ്വലരായി പ്രകൃതിയുടെ താണ്ഡവമാടിയ ദുരന്തത്തിന്റെ ഫലമായി വീടുകൾ നഷ്ടപ്പെട്ടവർ, കൃഷിഭൂമികൾ നഷ്ടപ്പെട്ടവർ, അവരെ ആശ്വസിപ്പിക്കുവാൻ കേരളത്തിന്റെ ഗവൺമെന്റ് വാർത്ത അറിയുന്നത് മുതൽ ഇപ്പോഴും അതിനുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കും. വയനാട് മാത്രമല്ല, ഈ കേരളത്തിലെ ചരമുണ്ടത്തെ കണക്കില് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരടക്കം മനുഷ്യസ്നേഹികളായ മനുഷ്യരെല്ലാം തെരുവോരങ്ങളിൽ അവർക്ക് വേണ്ട മരുന്നും ഭക്ഷണവും ധാന്യങ്ങളും എല്ലാം സംഭരിച്ച് വയനാട്ടിലേക്ക് കൊണ്ടുപോയി. അവസാനം വയനാട് പറഞ്ഞു, ഇനി മതി, ഇത്ര മതി എന്നതാകുന്നത് വരെ മനുഷ്യ നിർലഭമായ സഹായങ്ങൾ സഹകരണങ്ങൾ നൽകി. സംസ്ഥാന ഗവൺമെന്റ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞു, ഈ വീട് നഷ്ടപ്പെട്ടവരെ, കൃഷിഭൂമി നഷ്ടപ്പെട്ടവരെ, ഉറ്റവരെ, ഉടയവരെ നഷ്ടപ്പെട്ടവരെ ഞങ്ങൾ ചേർത്ത് പിടിക്കും. ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇവർക്ക് വേണ്ടതെല്ലാം നൽകുവാനുള്ള എല്ലാ പരിശ്രമവും നടത്തുമെന്ന് ഞങ്ങൾ പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞു, അതിനുവേണ്ടിയുള്ള എല്ലാ പരിശ്രമവും നടത്തി. കേവലം 10 ദിവസം കഴിയുമ്പോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ ദുരന്ത വാർത്തയറിഞ്ഞു. വയനാടിന്റെ ഈ ദുരന്തം തീവ്രമായ ഈ മലവെള്ളപ്പാച്ചിൽ വീട് നഷ്ടപ്പെട്ടവരെ, ഉറ്റവരെ, ഉടയവരെ നഷ്ടപ്പെട്ടവരെ നേരിട്ട് കാണുവാൻ എത്തുന്നുവെന്ന് വാർത്തയറിഞ്ഞു. അത് കേവലം ഹെലികോപ്റ്ററിൽ ഒന്ന് കണ്ട് പോകുകയല്ല, താഴ്ന്നിറങ്ങി ആശുപത്രികൾ സന്ദർശിച്ച് ഈ ദുരന്തബാധിതരെ നേരിട്ട് കണ്ട് അവരുടെ സങ്കടം മനസ്സിലാക്കുവാൻ വേണ്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി എത്തുന്നുവെന്ന് പറഞ്ഞപ്പോ അക്ഷരാർത്ഥ്യത്തിന് അധീനമായി കേരളത്തിലെ ജനങ്ങൾ ആ ദുരന്തഭൂമിയിൽ, ദുഃഖഭൂമിയിൽ നിൽക്കുമ്പോഴും ദുഃഖം തളം തെറ്റി നിൽക്കുന്ന അന്തരീക്ഷത്തിന് മുമ്പ് സന്തോഷിച്ചു. കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ ദുരന്തഭൂമിയിലേക്ക് കടന്നു വരുമ്പോ, ഈ ചെളിക്കെട്ടുകൾ കാണുമ്പോ, ഈ തകർന്നു വീണ വീടുകൾ കാണുമ്പോ, ഈ കരഞ്ഞു കളങ്ങിയ കുഞ്ഞുങ്ങളെ കാണുമ്പോ, RSSകാരനാണ് പ്രധാനമന്ത്രിയെങ്കിലും സംഘപരിവാര ശക്തിയുടെ നേതാവാണെങ്കിലും കേരളത്തോട് നിരന്തരമായ അവഗണനയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന പ്രധാനമന്ത്രിയാണെങ്കിലും കേന്ദ്ര ഭരണകൂടമാണെങ്കിലും മനസ്സൊന്ന് അലിഞ്ഞ് അങ്ങ് ഡൽഹിയിലെത്തുന്നതിന് മുമ്പ്, പറന്ന് ഡൽഹിയിലെത്തുന്നതിന് മുമ്പ് ഈ കേരളത്തിന് വേണ്ടി, വയനാടിന് വേണ്ടി ഒരു പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കുമെന്ന് വെറുതെയെങ്കിലും കേരളത്തിലെ ജനതയെ ആശിച്ചുപോയി. വയനാട് വന്നു, ആളുകളെ ആശ്ലേഷിച്ചു. 2.5 വയസ്സുകാരൻ ബെഞ്ചുകുന്ന്, അനസെന്ന് പറയുന്ന ബെഞ്ചുകുന്ന് തന്റെ അപ്പൂപ്പന്റെ താടി രോഗങ്ങൾ ഓർമ്മിപ്പിക്കുന്ന വിധം നരച്ച
ആശ്ലേഷിച്ച് അത് ദേശീയ മാധ്യമങ്ങൾ വാർത്തയാക്കി. അങ്ങനെയെല്ലാം കടന്നുപോയ നരേന്ദ്രമോദി ഡൽഹിയിൽ ചെന്നിട്ട് ഒരു പത്രസമ്മേളനവും നടത്തിയില്ലെന്ന് മാത്രമല്ല, ആ സമയത്ത് കഴിഞ്ഞിട്ടും ഒരു പ്രഖ്യാപനവും നടത്തുന്നില്ല. കേരള ഗവൺമെന്റ് കാര്യകാരണസഹിതം 2400 കോടി രൂപയുടെ പാക്കേജിന് വേണ്ടി അഭ്യർത്ഥന നടത്തിയിട്ട് ഒരു നയാ പൈസ അനുവദിച്ചില്ലെന്ന് മാത്രമല്ല, ഡൽഹിയിലെ തെരുവീതികളിൽ വയനാട്ടിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ സമരം നടത്തിയിട്ട് പോലും കേരളത്തിന്റെ ഗവൺമെന്റ് ഡീറ്റെയിലായ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് പോലും വയനാട് ദുരന്ത ബാധിതയെ സഹായിക്കുവാൻ ഒരു നയാ പൈസ അനുവദിക്കാത്ത ഒരു ഗവൺമെന്റ്, ഒരു ഭരണകൂടം, അത് എന്താ പറയുക? അനുവദിച്ചില്ലെന്ന് മാത്രമല്ല, അതിനുശേഷം മഴ പെയ്ത് ചെറിയ ദുരന്തങ്ങളുള്ള ആന്ധ്രാപ്രദേശിന് 1200 കോടിയും ബീഹാറിന് 11,000 കോടി രൂപയും അങ്ങനെ വിവിധ സംസ്ഥാനങ്ങൾക്ക് കോടിക്കണക്കിന് രൂപയുടെ പാക്കേജ് അനുവദിച്ചിട്ടും ഒരു നയാ പൈസ അനുവദിക്കാത്തൊരു ഭരണകൂടം. യുപിയിൽ യോഗി ആദിത്യനാഥിന്റെ സംസ്ഥാനമായ പ്രയോഗരാജിൽ കുംഭമേള നടക്കുമ്പോ ആ കുംഭമേളയ്ക്ക് 5000 കോടി രൂപ അനുവദിച്ച നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് വയനാടിന് വേണ്ടി വട്ടപൂജ്യമാണ് അനുവദിച്ചതെന്ന് പറയുമ്പോ ഈ ഗവൺമെന്റ് എങ്ങനെയാണ് കേരളത്തിലെ 3.5 കോടിയിലധികം വരുന്ന മനുഷ്യരെ കാണുന്നത്? ഇത് RSSന്റെ സംഘപരിവാര ശക്തികളുടെ നിഗൂഢമായ അജണ്ടയാണ്. ഗാസമരമ്പിൽ ഇസ്രായേലിന്റെ അമേരിക്കയുടെ സാമ്രാജ്യത്വത്തിന്റെ വിരോധമായി പിഞ്ചോമനകളായ പിഞ്ചുകുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്നത് പോലെ ഈ സാമ്പത്തിക ഉപരോധം നടത്തി ഈ കേരളത്തിന്റെ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ ഒന്നൊന്നായി നിലച്ച് കേരളത്തിലെ ഒരിക്കൽ പോലും സ്വപ്നം കാണാൻ കഴിയാത്ത സംഘപരിവാര ശക്തികൾക്ക് അപ്രാപ്യമായ മതനിരപേക്ഷ ബോധമുള്ള ഈ കേരള സംസ്ഥാനത്തെ പട്ടിണിക്കിട്ട് കൊല്ലുവാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് പ്രകാരം പെരുമാറുന്നതെന്ന് മലയാളി മനസ്സിലാക്കിയാൽ, മലയാളി ചിന്തിച്ചാൽ അതിനെ തെറ്റെന്ന് പറയുവാൻ കഴിയുന്നു. ഈ വിഷയങ്ങളെല്ലാം ഉണ്ടാകുമ്പോഴും അതിനെതിരായി നിലപാട് സ്വീകരിക്കുവാൻ കഴിയാത്തൊരു കോൺഗ്രസ്. കാരണം എന്താ? കേരളത്തിൽ പട്ടിണി വളർന്നാൽ, കേരളത്തിൽ പരിവട്ടമുണ്ടായാൽ, കേരളത്തിൽ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ നടക്കാതിരുന്നാൽ അതിന്റെ പരിണിതഫലമായി ഉണ്ടാകുന്ന പ്രതിഷേധങ്ങളിൽ നിന്നും തങ്ങൾക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഗവൺമെന്റിനെതിരായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി അവയ്ക്കാതി പരത്തുന്ന ഒരു കൂട്ടം ആളുകളായി കേരളത്തിലെ കോൺഗ്രസുകാർ മാറി, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാറി, രമേശ് ചെന്നിത്തല മാറി. ശ്രദ്ധിക്കുവാൻ കഴിയാതിരിക്കുന്നത് ഞാൻ ഒരുപാട് വിശദാംശങ്ങൾ പറഞ്ഞു പോവുകയല്ല. ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ വീണ്ടും വീണ്ടും അങ്ങേയറ്റം അപലപനീയമായ തരത്തിൽ കേരളത്തിന്റെ സാമ്പത്തിക രംഗത്തെ തകർത്തെറിയുവാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമം നടത്തി. ഇന്ത്യയുടെ ക്യാബിനറ്റ് മന്ത്രിമാരായ കേരളത്തിൽ നിന്ന് പോയ ക്യാബിനറ്റ് മന്ത്രിമാർ, കേരളത്തിന് വേണ്ടി ശബ്ദമുയർത്തിയ ക്യാബിനറ്റ് മന്ത്രിമാർ, അവർ കേരളത്തിനെതിരായി സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. ഇവിടെ ജോർജ് കുര്യൻ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിയോട് വയനാടിന് പ്രത്യേക പാക്കേജ് അനുവദിക്കാത്തതിനെ സംബന്ധിച്ച് കേന്ദ്ര അവഗണനയ്ക്കെതിരെ LDFന്റെ 140 നിയോജക മണ്ഡലങ്ങളിൽ സംഘടിപ്പിക്കുന്ന LDFന്റെ ധരണയും മാർച്ചും തത്സമയമാണ് ശശിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഞങ്ങൾ സംരക്ഷണം ചെയ്തത്. ഈ തത്സമയ സംരക്ഷണം ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. ആ ശിശുമരണ നിരക്കിൽ ഏറ്റവും കുറവുള്ള സംസ്ഥാനമെന്ന് മാത്രമല്ല, ലോകത്തെ യൂറോപ്യൻ രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുന്നു.